എന്തോ നേടി എടുത്തു വരും. ഇത് നിന്റെ സാരിയാണോ? എന്റെ എന്റെ അല്ല. ഞാൻ പറഞ്ഞില്ലേ ലില്ലിക്ക് അങ്ങനെ സാരി ഇല്ലതേടി വേറൊരെണ്ണം. ആരെങ്കിലും ബ്ലൗസ് വയ്ക്കാൻ കൊണ്ടുവന്നായിരിക്കും. അല്ല ഇത് ഇവൻ ബാറ്റ് തപ്പിയപ്പോ അവിടെ ഒരു കവറിനകത്ത് ഇരുന്ന് ഞാനും പറഞ്ഞു വന്ന എന്നെ അടുത്ത് ചോദിച്ചു. നമ്മള് തുണി മേടിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ലെന്ന് അറിയാമല്ലോ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇവിടെ വേറെ ആര് സാരി കൊണ്ടുവെക്കാനാ? ചേച്ചി അറിയാതെ ആരെങ്കിലും കൊണ്ട് വെച്ചതാണോ ബ്ലൗസ് തയ്ക്കാനായിട്ട്? പിന്നെ എന്നോട് പറയാതെ എന്റെ വീട്ടിൽ ബ്ലൗസ് കൊണ്ട് തയ്ക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കുവാണോ? ചിലപ്പോ ക്ലീറ്റോ ചേട്ടൻ കൊടുത്തു വിട്ടതാണെങ്കിലും. എന്നാലും തങ്കച്ചേട്ടത്തി ഒളിപ്പിച്ചു വെക്കണേ എന്തിനാ? ഒളിപ്പിച്ചാണോ വെച്ചത്? ഓ അവിടെ ക്ലീറ്റോന്റെ പാർട്ടിയുടെ സാധനങ്ങളെല്ലാം വെക്കണം. ആ പെട്ടിന്നല്ലടാ കിട്ടിയത്. ആ ബാറ്റ് അതിന്റെ സൈഡിൽ ഇരുന്നേച്ച് അവൻ എടുക്കാൻ പോയപ്പോ വെറുതെ നോക്കിയപ്പോഴത്തേന് അതിന്റെ ഉള്ളിൽ നിന്നാ കിട്ടിയത്. അവിടെ ഇരുന്നു കിട്ടി. അതിന് ഒളിപ്പിച്ചത് ചിന്തിക്കേണ്ട കാര്യം എന്തോ? ഒളിപ്പിച്ച് തന്നെ വെച്ചത് ഇരുന്ന് അങ്ങനെ സാരി തന്നെ. ആരെങ്കിലും ബ്ലൗസ് തയ്ക്കാൻ ക്ലീറ്റോ ചേട്ടൻ കൊടുത്തു വിട്ടെങ്കിൽ അവിടെ കൊണ്ട് വെക്കത്തില്ല. ഇവിടെ എവിടെയെങ്കിലും പുറത്തിട്ടിട്ട് പോവുള്ളൂ. അല്ലാതെ അവിടെ പാത്ത് കൊണ്ടൊന്നും വെക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് അമ്മായിയുടെ സാരിയാണ്. അമ്മായിക്ക് ഞങ്ങൾ അറിയാത്ത വേറൊരു കാര്യം പറയട്ടെ, ചിലപ്പോ ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചതായിരിക്കും. അല്ല അത് വഴിയുണ്ടല്ലോ. പഴയതല്ലേ, പുതിയ സർപ്രൈസ് ആയിട്ട് ഉടുത്തതാന്ന് തോന്നുന്നു. പാറ്റഗുളികയുടെ മണമുണ്ട്. തുണിക്കടയിൽ അങ്ങനെ പാറ്റഗുളികയുടെ മണമുള്ള സാരി ഉടുത്തതാ. ആരെടുത്തോണ്ടോന്ന് വെച്ചേക്കുന്നടി. ഇതിന് ആർഡിപ്പിക്കാർ പ്രചരണ സമയത്തെ കാണാൻ നിങ്ങൾക്ക് നോട്ടീസിന്റെ കൂടെ കാണാൻ. എന്നാലും പഴയത് എത്തില്ലല്ലോ. അച്ഛൻ വരുന്നു. എന്താണ് മെമ്പറും കുടുംബക്കാരെല്ലാം കൂടെ കുടുംബ സംഗമം വല്ലതും ആണോ? സംഗമമല്ല, സംഘർഷം. സംഘർഷം. ആർക്കാണ് സാരിയൊക്കെ മേടിച്ച് പാത്ത് വെച്ചത്? എവിടെ സാരി? അച്ചമ്പി ഇവൻ ബാറ്റ് തപ്പി തിരക്കി ചെന്നപ്പം അച്ചമ്പിയുടെ പാർട്ടിയുടെ ലഘുലകളൊക്കെ ബോക്സില്ലേ, അവിടെ 2 സാരി പൊതിഞ്ഞു വെച്ചു. ഇതിവിടെ ആർക്കും അറിയത്തില്ല ഇത് ആരുടെ സാരിയാണെന്നാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ആർക്കും അറിയില്ല. അറിയത്തില്ല. അതുപോലെ തന്നെ എനിക്കും അറിയില്ല ആരും. പിന്നെ ഒന്നെങ്കിൽ ഇത് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സർപ്രൈസ് ആയിട്ട് വെച്ചല്ലേ, പക്ഷെ ഇത് ആരോ ഉടുത്തതാ. അതുകൊണ്ടാ ഞങ്ങക്ക് സംശയം. ഉടുത്തതാ? നീ ആർക്ക് റോസ്മേരിക്കല്ലേ മാറ്റാൻ? ഞാൻ പൈസ ഇട്ട് കൊടുത്ത് അവളല്ലേ എടുക്കാറ്, ഞാൻ മേടിച്ചു കൊടുക്കും. എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ സത്യാവസ്ഥ പറഞ്ഞു. ഇവിടെ തുള്ളി പിടിച്ചോണ്ടിരിക്കണ സത്യം പറയിച്ചത് ആരുടെ സാരിയാ? അത് അറിയത്തില്ലെന്ന് മച്ചമ്മി പറഞ്ഞില്ലേ? അറിയത്തില്ല എന്ന് അങ്ങനെ മച്ചമ്മയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മച്ചമ്മയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കള്ളത്തരം. അയ്യേ ചേച്ചി, എന്ത് ചേച്ചി പോടുന്ന്. എനിക്കറിയാം ഇത് വേറെ എന്തോ ആണ്. പാർട്ടിന്ന് പറഞ്ഞ് എറണാകുളത്തോട്ടും ഡൽഹിയിലോട്ടൊക്കെ ഓരോ പോക്കുണ്ട്. കണ്ടുപിടിച്ചല്ല? ഓ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലേ? എറണാകുളത്തും ഡൽഹിയിൽ ഞാൻ പലയിടത്തും. പിന്നെ ഇവിടെ ആരാ സാരി എടുക്കുന്നത്? നിങ്ങൾ സാരി എടുത്തിട്ടാണ് എല്ലാ ദിവസവും പാർട്ടി ഓഫീസിൽ പോണത് ആണോ? സംഘ ഇനി ആവശ്യമില്ലാതെ എഴുതാപ്പുറം തന്നെയാണിത്. ഓർത്തു നോക്കിയത് ആരുടെയാ? ഒരാളുടെ അല്ല. നിന്റെ സാരിയാണോ? നീ റോസ്മേരിക്ക് മേടിച്ചു വെച്ച സാരിയാണോ? എന്തോന്നാണിത്? എന്തോന്നാണെന്ന് മോളെടുത്ത് ചോദിക്കണം. ഇത് ഏതോ സാരി എടുത്ത് വെച്ചിട്ട് പിന്നെ എന്റെ അടുത്ത് ചോദിച്ചാൽ കാര്യമില്ല. നിങ്ങൾ പറയണത് ആരുടെ സാരിയാണ്? ഈ 2 സാരി അവിടെ ഇരുന്ന് ക്ലീറ്റോ ചേട്ടൻ അവിടെ എങ്ങാണ്ട് പാത്ത് വെച്ചെന്നാ ചേച്ചി പറയണത്. പുതിയ സാരി അല്ലടാ, ഉടുത്ത സാരി. ഏതോ പെണ്ണുടുത്ത സാരി അവിടെ പാർട്ടി ഓഫീസിന്റെ സമ്മേളനത്തിന് പോയപ്പോ ഞാൻ അവിടെ പെട്ടെന്ന് ഒരു നല്ല പെണ്ണിനെ കണ്ടപ്പോ കല്യാണം കഴിച്ച് 2 ദിവസം എന്നോട് താമസിപ്പിച്ച് അവള് സാരി ഇവിടെ വെച്ചേക്കാൻ പറ്റുന്നത് ഞാൻ ഇവിടെ വെച്ച്. അതാണ് ഈ സാരി. ഇപ്പൊ എന്താ നിനക്ക് കൊല്ലം പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഇവക്ക് തലക്കെന്തോ കുഴപ്പമുണ്ട്. എന്തോന്നാ ഇത്? എനിക്കറിഞ്ഞൂടാ. എവിടെ നിന്ന് എന്റെ അടുത്ത് ചോദിച്ചാ? എനിക്ക് തലക്കുഴപ്പമായതുകൊണ്ട് എത്ര നാൾ നിങ്ങളുടെ കൂടെ ജീവിച്ചത്. പറഞ്ഞാ മനസ്സിലാവണം. ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവൂല ക്ലീറ്റോ. ഈ വീട്ടില് ഞാനും ഇവിടെ അല്ലാതെ സാരി ഉടുക്കണവരില്ല. അമ്മ സെറ്റ് മുണ്ട് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ആരുടെ സാരി? എനിക്ക് അറിഞ്ഞൂടേ. നിങ്ങളുടെ പെട്ടിനടുത്ത് എങ്ങനെ വന്നതാ ഞാൻ ചോദിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാൻ ഞാൻ ഇത് ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ ഒന്ന് ആലോചിക്കാൻ. ചേച്ചി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കുവോ ചേച്ചി? മറന്നുപോയി, വെച്ചിട്ട് മറന്നുപോയി. അതാ സംഭവം. എടുത്ത് അവളുടെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി കവറിനകത്ത് മടക്കി വെച്ചാ. ഇനി അലമാര നിറയെ ഇരിപ്പുണ്ട്. സാരി അവൻ അങ്ങനത്തോനൊന്നും അല്ല, വേണ്ടാതീനം പറയരുത്.